ഹലോ ഞാൻ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കൃഷി വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേനയാണെങ്കിൽ പൂള് വെട്ടി ചാണകപ്പാലിൽ മുക്കി നമ്മൾ എങ്ങനെ നടാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് ചേനയാണെങ്കിൽ നടാൻ വേണ്ടി പൂള് വെട്ടി വെച്ചിരിക്കുന്ന ചേന വിത്തുകളാണ്. ഇതെല്ലാം നമ്മൾ കിളച്ചെടുത്ത് ഉണക്കിയൊക്കെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതിന് ശേഷം പുക കൊള്ളിച്ചൊക്കെ സൂക്ഷിച്ച് വെച്ചിരുന്നതിന് ശേഷം ഇപ്പോൾ നമ്മൾ പൂള് വെട്ടി നടാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നടുന്നതിന് മുമ്പ് നമുക്കാണെങ്കിൽ ചാണകപ്പാലിൽ ഇത് മുക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടി നോക്കാം. അപ്പോൾ ഇത് ചാണകപ്പാലിൽ ഈ ചേന വിത്തുകളെല്ലാം നമ്മൾ മുക്കിയെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയുടെ പുറത്തെല്ലാം ഒരു തരം വെള്ള ജീവി, ഒരു പൂപ്പൽ പോലെ ഒരു സാധനം ഇരിക്കുന്ന കാണാം. അപ്പോൾ അതെല്ലാം ഒഴിവാകാനും ചേന വിത്ത് നമുക്ക് നല്ല രീതിയിൽ ഈ മുളയാണെങ്കിൽ കരുത്തോടെ കയറി വരാനും അതേപോലെ ഈ വിത്ത് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള പച്ചച്ചാണകം എടുക്കണം. അതായത് നമുക്ക് എത്ര ചേന വിത്ത് മുക്കാനുണ്ടോ അതിനനുസരിച്ചുള്ള ഫ്രഷ് ആയിട്ടുള്ള പച്ചച്ചാണകമാണ് ഇതിനെടുക്കേണ്ടത്. പഴകിയ ചാണകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പുഴു കയറും. അപ്പം നമ്മളിത് മുക്കിയെടുത്ത് ഉപയോഗിക്കുമ്പം അല്ലെങ്കിൽ ഉണക്കാൻ വയ്ക്കുമ്പോഴൊക്കെ ഈ ചേനയിലൊക്കെ പുഴുവിൻ്റെ മുട്ട ഇരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ മണ്ണിൽ കുഴിച്ച് വയ്ക്കുന്ന സമയത്ത് അത് പിന്നീട് പ്രശ്നം കാണിക്കും. അപ്പം അതുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചാണകം എടുക്കുക. ആ ചാണകത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതേപോലെ നമ്മളാണെങ്കിൽ ലിക്വിഡ് ഫോർമാറ്റിലോട്ട് ആക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേനയുടെ വിത്തുകൾ നമുക്ക് ഇതേപോലെ ഡിപ്പ് ചെയ്ത് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും അത് മുക്കി എടുത്തിട്ട് നമുക്ക് തണലത്താൻ വെച്ചിട്ടാണ് ഉണക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മളിത് ഒരു കാരണവശാലും ഈ ചാണകപ്പാലി മുക്കിയതിന് ശേഷം ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വയ്ക്കാൻ പാടില്ല. എന്തെങ്കിലും തണലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയ്ഡിൻ്റെ കീഴിലോ വല്ലതും വെച്ചതിന് ശേഷമാണ് നമ്മളിത് ഉണക്കിയെടുക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ കഴിഞ്ഞ വട്ടം നമ്മൾ ചേന നടുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലോ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നത് ആ രീതിയിലാണ്. എല്ലാ കൊല്ലവും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ഈ ചേന വിത്തുകളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ കാണാം. അതായത് ഈ പൂളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ കാണാം. ഒരുമാതിരി എല്ലാ പൂളുകളിലും തന്നെ ഇതേപോലുള്ള മുകുളങ്ങളുണ്ട്. കാരണം ഈ മുകുളങ്ങൾ നമ്മൾ വിത്ത് ചേന ശേഖരിച്ച് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്ന സമയത്ത് ഇതിൽ കാണുന്നത് പോലെ ഇതിൻ്റെ കണ്ണ് കുത്തി വെച്ചിട്ടുള്ളവയാണ്. കണ്ണ് കുത്തി വെച്ചാൽ മാത്രമേ ഇതേപോലെ സൈഡിലേക്ക് ഇതിൻ്റെ പുതിയ മുളകൾ വരത്തുള്ളൂ. അപ്പോൾ ഈ മുളകളോട് കൂടി തന്നെ നമുക്ക് ചേന വിത്തുകൾ കുഴിച്ചു വയ്ക്കാൻ സാധ്യമാകുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇതിൻ്റെ കണ്ണ് കുത്തി വെച്ചതിന് ശേഷമാണ് നമ്മളിത് സൂക്ഷിച്ചു വയ്ക്കാറുള്ളതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ മൂളത്തോടു കൂടി തന്നെ നമുക്ക് ചാണകപ്പാലി മുക്കിയെടുത്ത് നമുക്ക് ഉണക്കി ഇത് ഉപയോഗിക്കാൻ കിളിപ്പിക്കാൻ വേണ്ടി വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ചേനയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമുക്ക് പറിക്കുന്ന സമയത്ത് ചേനയ്ക്കൊരു 10-15 കിലോയോളം തൂക്കം വേണം എന്ന വരിയിൽ നമുക്ക് 1 കിലോയോളമുള്ള ഒരു പൂളാണ് നമുക്ക് നടാൻ ഉപയോഗിക്കേണ്ടത്. അതായത് ഈ ഒരു അളവ്, അതായത് ഈ ഒരു ചാണളവ് എന്ന് പറയുന്നത് 1 കിലോയുടെ അടുത്ത് വരും. അപ്പം ഈ ഒരു ചാണളവ്, അതായത് ഈ ഒരു കൈയുടെ ഈ ചാണളവിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 15 കിലോയ്ക്ക് മേളിലായിരിക്കും തൂക്കം വരുന്നത്. അല്ല അതേസമയം നമുക്കാണെങ്കിൽ ചെറിയ തൂക്കം മതി, അതായത് 1 കിലോ ഉള്ള ചെറിയ ചേനകൾ മതി എന്ന വരിയിൽ നമുക്ക് 100 ഗ്രാം വീതമുള്ള ചെറിയ പൂളുകളാക്കി ഇതിനെ വെട്ടി പാകി കിളിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ നടേണ്ടത്. എങ്കിൽ മാത്രമാണ് നമുക്ക് ചെറിയ ചേനകൾ കിട്ടുന്നത്. അപ്പോൾ ചെറിയ ചേനകൾ കൂടുതലും നമ്മുടെ പച്ചക്കറി ആവശ്യത്തിനായിട്ടുള്ള വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിലാണ് അത് യൂസ് ചെയ്യുന്നത്. അല്ലാതുള്ള നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടണമെന്ന് വരിയിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള വലിപ്പത്തിലുള്ള അല്ലെങ്കിൽ സൈസിലുള്ള വിത്തുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ചേനയാണെന്നൊരിൽ പൂള് വെട്ടിയതിന് ശേഷം ചാണകപ്പാലിൽ മുക്കി നമ്മൾ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നടാനുള്ള ചേനപ്പൂളുകളെല്ലാം തന്നെ ചാണകപ്പാലിൽ മുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 1.5 ദിവസത്തോളം എടുക്കും ഉണങ്ങാൻ വേണ്ടി. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ 1.5 ദിവസം കൊണ്ട് നമുക്ക് ഉണങ്ങി കിട്ടും. നമുക്ക് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് ഇത് നടുന്നത്. അതിനുശേഷം നമുക്കിതിനെ സാധാരണ രീതിയിൽ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളത് പോലൊക്കെ തന്നെ നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഇത് ചേന നടുന്ന വീഡിയോ നമ്മൾ പണ്ട് ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോയുടെ URL കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടി കാണുക. അപ്പോൾ ഇത് 1.5 ദിവസം കൊണ്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ നടുന്നു.
അപ്പോൾ ഇത് പ്രധാനമായും ഈ ചാണകപ്പാലിൽ മുക്കിയെടുക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേന പൂളുകൾ പ്രധാനമായും ചാണകപ്പാലിൽ മുക്കിയെടുക്കുന്നതിന് കാരണം എന്ന് പറയുന്നത്, ഈ ചേനപ്പൂളിനെ കരിക്കൻ തിന്ന് നശിപ്പിക്കാതിരിക്കാനും, അതായത് നമ്മൾ മുമ്പേ കണ്ടിരുന്ന ആ വെളുത്ത പാടുകളും ഒക്കെ മാറാൻ വേണ്ടിയും, അതേപോലെ തന്നെ ഇതിൻ്റെ മുള അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ മുകുളമാണെങ്കിൽ നല്ല രീതിയിൽ കരുത്തോടെ വളർന്ന് ഇറങ്ങാൻ വേണ്ടിയും, നല്ല കരുത്തോടു കൂടി ഈ വേര് ഇറങ്ങുന്നതിന് വേണ്ടിയും, നല്ല വളർച്ച കാണിക്കാൻ വേണ്ടിയുമാണ് പ്രധാനമായും ഞങ്ങൾ ഈ ചാണകപ്പാലിൽ ഇവയെ മുക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ, ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോട് പ്രസ് ചെയ്യുക.